കിട്ടും, അതൊക്കെ വേറെ. പക്ഷെ 18,000 പേര് പ്രൊഡക്റ്റ് ഫ്രീ. ഇത് വലിയൊരു ലാഭമാണ്. നമ്മൾ ഫ്രീ പ്രൊഡക്റ്റിനേക്കാളും വലിയൊരു ലാഭമാണ് ഈ ലാഭം. കാരണം ഫ്രീ പ്രൊഡക്റ്റിന് 10,750 ഉള്ളൂ, ഇവിടെ 10,000-ന് 1,500 ഉണ്ട്. ശരിയല്ലേ? 10,750 ഫ്രീ കിട്ടുന്നത്. പക്ഷെ ഇവിടെ 10,000 ബില്ല് ചെയ്യുമ്പോൾ 1,500 രൂപ. പക്ഷെ ഒരുമിച്ച് കിട്ടുള്ളൂ എന്ന് മാത്രം. അപ്പൊ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സമയമാണ് റീപർച്ചേസ് ചാനൽ, നല്ലൊരു ടാർഗറ്റ് ആണ് റീപർച്ചേസ് ചാനൽ. ഇനി നമ്മള് ഗോൾഡ് പ്ലാറ്റിനം ഉണ്ട്. പ്ലാറ്റിനം പറഞ്ഞാൽ 50,000 ആണെന്ന് വിചാരിക്കുക. ശക്തമായി വിൽപ്പന നടത്തുന്നവർക്ക് പറ്റാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയണം, 50,000 പ്ലാറ്റിനം എല്ലാ മാസവും ഒരു 50,000 വിൽപ്പന നടത്തുന്നു വിചാരിക്കുക. ഇത് ചലഞ്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 45,000 രൂപ പ്രൊഡക്റ്റ്. ഇതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ദ വർക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞൊരു ഒരു ടാർഗറ്റ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ട്, നമുക്ക് എന്തൊക്കെ ടാർഗറ്റ് ഉണ്ട്? പ്ലാറ്റിനം ഉണ്ട്, പേൾ ഉണ്ട്. പേളാണ് മിനിമം. ഒരേ ഐഡിയിലാവണം, ഐഡി മാറരുത്, സെയിം ഐഡിയിലാവണം. പിന്നെ നമുക്ക് എമറാൾഡ് ഉണ്ട്, പിന്നെ നമുക്ക് ഗോൾഡ്. അപ്പൊ പേള്, എമറാൾഡ്, ഗോൾഡ്, പ്ലാറ്റിനം ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷെ എല്ലാവർക്കും ഒരു തീരുമാനം വേണം. എല്ലാവരും ഏതെങ്കിലും ഒന്നിന് പിന്നാവും. അത് ഏതാണെന്ന് ഞാൻ പറയില്ല. നമ്മൾ പ്ലാറ്റിനം ആവണം നിർബന്ധമില്ല, അതൊക്കെ നിങ്ങൾ തീരുമാനം. നമ്മൾ ലാഭം പറഞ്ഞു, ഇത്ര ലാഭം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു തരും. ക്ലിയർ? ഏതാവണം നമ്മൾ തീരുമാനിക്കുക. 6ാമത്തെ മാസം കഴിയുമ്പോൾ റീപർച്ചേസ് ചാമ്പ്യൻ ആയിട്ട് എന്ത് ചെയ്യണം? തൃശ്ശൂരിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിൽ ഇടണം. നമ്മൾ ഓട്ടോ മത്സരത്തിൽ ഓടിക്കഴിഞ്ഞാൽ ട്രോഫി കിട്ടില്ലേ? അല്ല, ലിസ്റ്റ് വിടാം. അതുപോലെ തന്നെ ഇതൊരു 6 മാസം ഓടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഓടിക്കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഔട്ട്ലെറ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് സന്തോഷകരമായി ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉള്ള ഒരു ഫോട്ടോ റീപർച്ചേസ് ചാമ്പ്യൻ. അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? കേളാണ്. കുറച്ചധികം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എമറാൾഡ് പ്ലാറ്റിനം ആണ്. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി ടാർഗറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് ആണ്. ബിസിനസ്സിൽ മുന്നോട്ട് പോകേണ്ടത് എന്റെ ആവശ്യമാണ്. എന്റെ ഗോള് എന്റെ ഫ്യൂവലാണ്. എന്റെ ഗോള് എന്റെ ഫ്യൂവലാണ്. പെട്രോളിന്, വാഹനത്തിന് പെട്രോൾ വേണമല്ലോ മുന്നോട്ട് പോകണം. പെട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഗോളാണ്, നമ്മൾ ലക്ഷ്യമാണ് പെട്രോൾ. ആ പെട്രോൾ ഉണ്ടെങ്കിലാണ് വണ്ടി മുന്നോട്ട് പോകുള്ളൂ. പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോകില്ല. എക്സ്പെഷ്യലി നമ്മളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഗോള് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഗോളായിട്ട് നമുക്ക് ഉള്ളിൽ വരണം. അപ്പൊ നമ്മൾ വണ്ടി മുന്നോട്ട് പോകും. ക്ലിയർ? അപ്ലൈന്റെ ഗോൾ ആവരുത് എന്റെ ഗോൾ. എനിക്ക് എന്റേതായ ഒരു ഗോള് വേണം. അപ്പൊ ഇതൊക്കെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ തീരുമാനം എടുക്കണം. നിങ്ങൾ എല്ലാവരും ഡയറിയും ഫോണൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു തീരുമാനം, ഞാൻ എല്ലാ മാസവും പേളാവും. ഈ മാസം പേളായി അടുത്ത മാസം എമറാൾഡ് ആവാം, നോ പ്രോബ്ലം. അങ്ങനെയുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുക. ഈ മാസം എമറാൾഡായി അടുത്ത മാസം പ്ലാറ്റിനം ആവാം. ക്ലിയർ? തന്നെ ഇപ്പൊ ഈ മാസം നമ്മൾ തീരുമാനിക്കും, ഈ മാസം ഇന്നതാവും. ഇനി 3 ആഴ്ച കൊണ്ട് തീരുമാനിക്കാം. ക്ലിയർ? അപ്പൊ എല്ലാവരുടെയും മുഖം പോസ്റ്ററിൽ വരണം. പിന്നായിട്ട് ഇനി 3 ആഴ്ച സമയമുണ്ട്. 3 ആഴ്ച സമയമുണ്ട്. ഓക്കെ, സോ അങ്ങനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്തണം. നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം ഇന്നത്തെ മീറ്റിംഗിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റൈസോ വൈബ്രന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രോഗ്രാം നടക്കാൻ പോകുന്ന ജൂൺ 28-ാം തീയതിയാണ്. ഇതാണ് അടുത്തൊരു ഗോൾ, അടുത്തൊരു പെട്രോൾ ആണ്. നമുക്ക് എപ്പോഴും പെട്രോൾ വേണം. ഇത് കുറച്ച് ദീർഘകാലം മുന്നോട്ട് പോകാനുള്ള പിന്തുണ. അപ്പോ ചാമ്പ്യൻ നമ്മൾ അറിയാം, ജൂൺ 28-ാം തീയതി നമുക്ക് റൈസോ വൈബ്രന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നത്. ടൂറാണ്, ഒപ്പം തന്നെ ഇവന്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് സംസാരിച്ചാണ്. ഞാൻ പ്രോഗ്രാമിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അവിടെ നമ്മുടെ ഗ്രൂപ്പിലെ തൃശ്ശൂർ ടീമിലെ മാക്സിമം അച്ചീവേഴ്സിന് ഉണ്ടാക്കണം. ഇതാണ് ഇന്നത്തെ മീറ്റിംഗ് മറ്റൊരു ഉദ്ദേശം. അപ്പൊ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും എന്തുണ്ട്, തമിഴ്നാട് ടൂറിൽ വരുന്നുണ്ട്. ഏകദേശം തൃശ്ശൂർ ടീമിൽ നിന്ന് മാത്രം 20-ൽ കൂടുതൽ ആളുകൾ ഉണ്ട് പിന്നായിട്ട്. ബാക്കി പിന്നാവാത്ത ആളുകൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് വരും ചെയ്യുന്നു. നമ്മൾ ഏകദേശം ഒരു 10-40ഓളം ആളുകൾ തൃശ്ശൂരിൽ നിന്ന് മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വരുമ്പോൾ അവിടെ നമുക്ക് ടൂർ എല്ലാം ഉണ്ട്. പക്ഷെ സ്റ്റേജില് നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടണമെങ്കിൽ അവിടെ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലാണ് റെക്കഗ്നൈസേഷൻ. നമ്മളെല്ലാവരും ടീഷർട്ട് ഇട്ടിട്ടുള്ള നല്ലൊരു റെക്കഗ്നൈസേഷൻ ആണ്. നല്ലൊരു ഇവന്റ് ആയിരിക്കും. അവിടെ TCക്ക് ഓൾമോസ്റ്റ് അവിടെ റെക്കഗ്നൈസേഷൻ ഉണ്ട്. TC ആയവർക്കൊക്കെ അവിടെ ഉണ്ട് റെക്കഗ്നൈസേഷൻ ഉണ്ട്.
സ്റ്റാർ റൂബി കോർഡിനേറ്റർ ഒന്നും റെക്കഗ്നൈസേഷൻ ഇല്ല, റാങ്കിങ് റെക്കഗ്നൈസേഷൻ. പക്ഷെ അവിടെ റെക്കഗ്നൈസേഷൻ ഉണ്ട്. പക്ഷെ അവർ ചാമ്പ്യൻ ആയാലാണ് അവർക്ക് അവിടെ സ്റ്റേജിൽ റെക്കഗ്നൈസേഷൻ ഉള്ളത്. ക്ലിയർ? ടി സിക്ക് ഉണ്ട്. ക്ലിയർ? ഒന്നെങ്കിൽ നിങ്ങൾ ടി സി ആവണം, അല്ലെങ്കിൽ ചാമ്പ്യൻ ആവണം. ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാർ കാറ്റഗറി ഉള്ള വ്യക്തികൾ 30,000 BV 1-ലും 2-ലും മാച്ച് ആവും. 30,000 BV മാച്ച് ആവും. 8 ആഴ്ച സമയമുണ്ട്. 8 ആഴ്ച 2 മാസം സമയമുണ്ട്. അത് 150 156. കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞു. ഇനി നമുക്ക് 7 ആഴ്ച സമയം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം ഒരു 5,000 രൂപ ബിസിനസ് 8 ആഴ്ച ചെയ്താൽ മതി. ടാർഗറ്റ് പിന്നെ 1 and 2 സിമ്പിൾ ആയിട്ട് വിൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചാമ്പ്യൻ ആവും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ചാമ്പ്യൻ അനൗൺസ് ചെയ്യുക. റൂബി കോർഡിനേറ്ററിന് 60,000 BV ആണ് മാച്ച്. 60,000 BV 1-ലും 2-ലും. റൂബിയുടെ ടീമിൽ സ്റ്റാർ ഉണ്ടാവുമല്ലോ, അങ്ങനെയുണ്ടല്ലോ. റൂബിയുടെ ടീമിൽ സ്റ്റാർ ഉണ്ടെങ്കിൽ ബ്രാഞ്ച് 1-ല് അല്ലെങ്കിൽ സ്റ്റാർ വേണമെന്നില്ല, ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവുമല്ലോ. ഒരു ഡിസ്ട്രിബ്യൂട്ടർ 1-ലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ 2-ലും വിൻ ചെയ്യിപ്പിച്ചാൽ റൂബിയിലെ ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി വിൻ ആയില്ലേ? ശരിയല്ലേ? ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 60,000 BV 1-ലും 2-ലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ഏത് വിധേയനാണെങ്കിലും ഈ ടാർഗറ്റ് വിൻ ആവും. അപ്പോ നമ്മൾ തൃശ്ശൂർ ടീമിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും ചാമ്പ്യൻ ആവാതെ പോകരുത്, ഒരു സ്റ്റാർ പോലും ചാമ്പ്യൻ ആവാതെ പോകരുത്, ഒരു റൂബി കോർഡിനേറ്റർ പോലും ചാമ്പ്യൻ ആവാതെ പോകും. തൃശ്ശൂരിൽ എല്ലാവരും സ്റ്റേജിൽ ചാമ്പ്യൻ ആയിട്ട് വരണം. തൃശ്ശൂരിന്റെ പവറോടെ കാണിക്കണം. ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ടും പാലക്കാടുകാരനല്ല, ഞാൻ തൃശ്ശൂർക്കാരനാണ്, ആന്ധ്രക്കാരനുമല്ല. അപ്പൊ തൃശ്ശൂരിലത്തെ ഒരു പവർ നമുക്ക് കാണിക്കണമല്ലോ നമ്മളെ ഗ്രൂപ്പില്, നമ്മളുടെ ജില്ല നിലയിൽ. അപ്പൊ അതുകൊണ്ട് മാക്സിമം അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്യണം. ഒപ്പം തന്നെ ഇതാണ് കാര്യം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ തന്നെ ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ചാമ്പ്യൻ ആവുമെന്ന് തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ പ്രവർത്തിക്കുക. ശ്രമിക്കുന്നതിന്റെ മുന്നിൽ വഴികൾ എന്ത് ചെയ്യും? തുറന്നു വരും. 100% ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ശ്രമിക്കുന്നവന്റെ മുന്നിൽ വഴികൾ തുറന്നു വരും. ആത്മാർത്ഥമായി ശ്രമിച്ച് ഈ വഴികൾ തുറന്നു വരാൻ ടാർഗറ്റ് പിന്നാവും. നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 100% വഴി തുറന്നു, ഏതൊരു വിധന വഴി തുറന്നു. അപ്പൊ അതുകൊണ്ട് ചാമ്പ്യൻ ആവുക. റെഡി? ഇതാണ് അടുത്തൊരു കാര്യം. ഇനി നമ്മളെ ടീമിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാർ എല്ലാവരും ആദ്യത്തെ 12-ൽ വരണം. അടുത്തൊരു ചലഞ്ചാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് വോളിയം ഈ 8 ആഴ്ചക്കുള്ളിൽ 1-ലും 2-ലും കേരളത്തിന്റെയും ആന്ധ്രയിലും ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ടർ ആയ ആളുകളുണ്ടല്ലോ, അവരിന്ന് ഏറ്റവും കൂടുതൽ 1-ലും 2-ലും കൂടുതൽ ബിസിനസ് വോളിയം നടത്തുന്ന 12 പേരെ നമ്മൾ എന്ത് ചെയ്യും? ടോപ്പ് 12 ആയിട്ട് എന്ത് ചെയ്യും? അവിടെ ഇൻവൈറ്റ് ചെയ്ത് റെക്കഗ്നൈസേഷൻ ചെയ്യും. ടോപ്പ് 12. റൂബി കോർഡിനേറ്ററിൽ ടോപ്പ് 10-ന് അവിടെ റെക്കഗ്നൈസേഷൻ ഉണ്ട്. ടോപ്പ് 5 TC ATC DTC ടോപ്പ് 5 ആണ്. അപ്പൊ നമ്മളെ ടീമിൽ നിന്നായിരിക്കണം ടോപ്പ് TC-യിലെ നമ്പർ 1 നമ്മളെ ടീമിൽ നിന്നായിരിക്കണം. ടോപ്പ് ATC നമ്മളെ ടീമിൽ നിന്നായിരിക്കണം. ടോപ്പ് 1 DTC നമ്മളെ ടീമിൽ നിന്നായിരിക്കും. ഇങ്ങനെ ചലഞ്ച് ചെയ്ത് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ടോപ്പ് 3 ZDC STC. ZDC ഏകദേശം 7 പേരുണ്ട് ഏകദേശം പറയാം. അതിൽ ടോപ്പ് 3-ക്ക് അവിടെ റെക്കഗ്നൈസേഷൻ. STC ഏകദേശം ടോട്ടൽ ഒരു 12-15 പേരുണ്ട്. അതിൽ ടോപ്പ് 3-ക്ക് അവിടെ റെക്കഗ്നൈസേഷൻ. അതിലൊക്കെ നമ്മളുടെ അച്ചീവേഴ്സ് വരണം എന്നുള്ളതാണ്. ഇതാണ് നമ്മളെ ഇനി അങ്ങോട്ടുള്ള 2 മാസത്തെ പ്രവർത്തനങ്ങൾ. ജൂണിന് ശേഷം വരുന്ന പ്രവർത്തനങ്ങൾ അതിനോട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ആക്സിലറേറ്റർ ജൂൺ 28 വരെ നമ്മൾ എന്ത് ചെയ്യാം? ഈ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. ജൂൺ 28-ന് നമുക്ക് റാങ്ക് മാറാൻ പറ്റും. നമുക്ക് ഇന്നുള്ള ആളുകളൊക്കെ റാങ്ക് മാറി DTC-കാർ ZDC ആവാനും സമയമുണ്ട്. ZDC-കാർ STC ആവാൻ സമയമാണ്. അങ്ങനെ ബ്രാൻഡ് ന്യൂ റാങ്ക് ആയിട്ട് ആ പ്രോഗ്രാമിൽ അവിടെ നിങ്ങൾക്ക് ഗ്രാൻഡ് റെക്കഗ്നൈസേഷൻ എവിടെ നമ്മൾ തമിഴ്നാട്ടില് നിങ്ങൾ പുതിയ റാങ്കിന്റെ റെക്കഗ്നൈസേഷൻ അവിടെ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ഒരു അവകാശം കൂടെ ഉണ്ട്. ഇതൊക്കെ ഓരോ വ്യക്തികളും ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ഈ സാഹചര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു അച്ചീവർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ അച്ചീവർ ആവുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ അച്ചീവർ ആക്കാൻ സാധിക്കും.
ഒരു വിജയിച്ച ആളുകൾക്ക് മാത്രമേ മറ്റുള്ള ആളുകളെ വിജയിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. ഒരു പരാജയപ്പെട്ട ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളെ വിജയിപ്പിക്കാൻ കഴിയില്ല. അതൊരു നാച്ചുറൽ ലോയാണ്. അപ്പൊ സക്സസ് ആയ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയികളെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ മാത്രം ആവശ്യമല്ല, നമ്മൾ വരാൻ പോകുന്ന ഒരു ജനറേഷനെ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ വിജയിക്കണം എന്നുള്ളതാണ് ക്ലിയർ. അപ്പോ നിങ്ങൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എങ്ങനെ അറിയാൻ പറ്റുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ, വിജയിച്ചതിന്റെ ട്രോഫികൾ, ഫോട്ടോസ്, ഇതാണ് നമ്മളെ പ്രൂഫ്. ഞാൻ വിജയിച്ചു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുന്നെങ്കിൽ ഞാൻ വിജയിച്ചതിന്റെ പ്രൂഫ് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വിജയിച്ചതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും കാണിക്കാൻ പറ്റണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നുണ്ട്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ശക്തമായി പ്രവർത്തിക്കുക. നമുക്ക് ഇനി അടുത്തുള്ളത് നെക്സസ് ആണ്. നെക്സസിൽ എല്ലാവരും നെക്സസ് പ്രോഗ്രാം വിളിച്ചു കാണാം. ആ നെക്സസിന്റെ 1 മണിക്കാണ് നമുക്ക് അവിടെ എൻട്രി എങ്കിൽ പോലും ഒരു 11 മണിക്കെങ്കിലും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, എത്താൻ വേണ്ടി ശ്രമിക്കണം. കാരണം 10,000-നടുത്ത ആളുകൾ ഒരേ സമയം വരുമ്പോൾ സ്വാഭാവികമായ റഷ് ഉണ്ടാവും. ആ ഹാളിന്റെ ബാക്കിൽ ഇരിക്കുന്നേക്കാൾ നല്ലതാണ് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ ആളുകൾ ഒരുപക്ഷെ തലേദിവസം കയറി മോർണിംഗിൽ വരും, ശരിയല്ലേ? അപ്പൊ അവരവിടെ മോർണിംഗ് വന്നിട്ട് നേരത്തെ തന്നെ ഹാളിലേക്ക് വരാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് അത് വളരെ നേരത്തെ വന്ന് അതിന്റെ ഫ്രണ്ട്സ് സ്റ്റേജിൽ ഇരിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമുക്ക് എല്ലാവർക്കും അടുത്ത് നിന്ന് പ്രോഗ്രാം കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒരു 11 മണിക്ക് മുന്നായിട്ട് എത്താൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. 1 മണിക്കാണ് നമ്മളുടെ പ്രോഗ്രാം ഒഫീഷ്യൽ ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു ഫുഡ് കൂപ്പൺ കിട്ടും. ആ ഫുഡ് കൂപ്പണിൽ അവിടെ ഭക്ഷണവും നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കിറ്റ്, ഒരു എൻട്രി കിറ്റ് ഉണ്ട്. അത് കിറ്റ് അടുത്ത ദിവസങ്ങളിൽ എനിക്ക് കിട്ടും. അതെല്ലാവരും നിങ്ങൾ ഓരോ ലീഡേഴ്സിന് ഞാൻ എന്ത് ചെയ്യാം, മിനിമം വെള്ളിയാഴ്ചക്കുള്ളിലായിട്ട് എന്ത് ചെയ്യാം, വെള്ളിയാഴ്ച നേരിട്ട് കണ്ട് തരാവുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അവിടെ നിന്ന് തരുന്നതിന് മുന്നേ തന്നെ തരാവുന്ന ഒരു കാര്യം, സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ. ടിക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിക്കറ്റുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയങ്ങൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർ യു റെഡി? ഓക്കെ, എല്ലാവരും തയ്യാറല്ലേ? ഓക്കെ, സുമേച്ചി എന്ന് വന്നു? ദുബായിൽ നിന്ന് എത്തി ലാൻഡ് ചെയ്തു. നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഗസ്റ്റ് ഉണ്ട്, സുമ മാഡം. സുമേച്ചിനൊന്ന് വെൽക്കം. ഞാൻ ദുബായിൽ നിന്ന് എല്ലാ മീറ്റിംഗ് കേൾക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ആള് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നാട്ടിലെത്തിയിരുന്നു. ഓക്കെ 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 ഫൈൻ ഫൈൻ. ഓക്കെ സുമേച്ചി, അപ്പൊ എല്ലാവർക്കും ആശംസകൾ. സാറേ, നമ്മളെ DTC പോലെ ലീഡേഴ്സിനോട് എല്ലാവരും സംസാരിപ്പിച്ച് ലതാ മാഡത്തിനെ കൺക്ലൂഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജയ് മൈ ലെഫ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ.